ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൻസംജ വ്ളോഗ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്റ്റാറ്റസുകൾ നിരന്തരം കണ്ടതിൻ്റെ ബേസിക്കലി അത് ഞാൻ മുമ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതെന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട്. സോ അതൊന്ന് വിശദീകരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത്. സോ ലൈക്ക് അടിക്കുക, എന്നിട്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടാം കേട്ടോ. പല വാട്സപ്പ് സ്റ്റാറ്റസുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, കുറേ ആൾക്കാർ സ്റ്റാറ്റസ് ഇടും പാർട്ട് ടൈം വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതായത് പാർട്ട് ടൈം വർക്ക്, ഫ്രീ ട്രെയിനിങ്, നോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്ര, അതായത് 80,000 തൊട്ട് 32,000 വരെ ഏൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസുകൾ കാണും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്താണ് സംഭവം? അതായത് ഡെയിലി 2 മണിക്കൂർ വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇങ്ങനത്തെ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്യൂരിയോസിറ്റി എനിക്കും ഉണ്ടായി, പലർക്കും ഉണ്ടായിണ്ടാവും. അപ്പം ഇതെന്താണെന്ന് അറിയാനായിട്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവർക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായി. അതായത് ഇത് ഫോർ എവർ ലിവിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏതോ ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം. ഇത് MLM ആണ്, അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ പെടുന്ന ഒരു സംഭവമാണ്. ഇനി വേറൊരു രസമുള്ളത്, ഇത് ഫേക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. ഈ സംഭവം നമ്മൾ ഓടിച്ചെന്നപ്പോൾ തന്നെ പറയില്ല, ഏകദേശം 2 ആഴ്ചത്തെ ട്രെയിനിങ്, അതായത് ഒരാഴ്ചയിലത്തെ ട്രെയിനിങ്ങും പിന്നെ കുറേ നോട്ട്സൊക്കെ എഴുതാനുണ്ട് കേട്ടോ. അതായത് നമ്മൾ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യണം, കുറേ ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കണം, ഓൺലൈൻ ലൈവ് വെബിനാർസ് അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്യണം, ഫീഡ്ബാക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മളോട് പറയുന്നത് ഇതിൻ്റെ. എന്നാലും 1.5 ആഴ്ച കഴിഞ്ഞാൽ ഇതെന്താണ് ഐറ്റം എന്ന് നമുക്ക് പറയില്ല. അതായത് ഇതൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഏൺ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം പൊതുവെ, അതായത് മാർക്കറ്റിംഗ് ചെയ്താൽ മതി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് ഈ ഒരു പരിപാടീനെ പുറത്ത് പറയുന്നത്. ഇനി ഇതുപോലത്തെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ, ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഐഡിയ പറയും. ഇനി ഞാൻ ബേസിക്കലി ഈ ഒരു സംഭവം ഫോർ എവർ ലിവിങ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അതായത് 100 രൂപയുടെ പ്രൊഡക്റ്റ് 1000 രൂപയാക്കും. അതിനുശേഷം ആ പ്രൊഡക്റ്റ് നമ്മൾ ബാക്കിയുള്ളവർക്ക് വിൽക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മളും കമ്മീഷൻ അടിക്കും, നമ്മുടെ മുകളിലുള്ളവരും കമ്മീഷൻ അടിക്കും. ഇതൊരു പിരമിഡ് മാർക്കറ്റിംഗ് ആണ്. ഈ പിരമിഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇന്ത്യയിൽ ബാൻഡാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ബാൻഡാണ്. ഒരിക്കലും ഈ അവരുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ കമ്പനിയോ അല്ല ഈ ബാൻ ചെയ്തിരിക്കുന്നത്, മറിച്ച് ഈ ഒരു പിരമിഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ബാൻഡായിട്ട്. വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ ബാക്കി കാര്യം പറയാം. നമ്മൾ ചെന്ന് 1.5 ആഴ്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നോട്ട്സും ഫീഡ്ബാക്കും ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഇതിനകത്തോട്ട് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഇത്ര പൈസ, അതായത് ജോയിൻ ചെയ്യണമെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണം. അത് 5000-നാണ് ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഈ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിലിടുന്ന 0 ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സംഭവം ഫേക്കാണ്. ഈ പറഞ്ഞ പോലെയാണ് ഈ ഒരു സംഭവം നമ്മൾ തപ്പിപ്പിടിച്ച് എത്തിവരിക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങൾ ഈ വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഏകദേശം 1.5 ആഴ്ച കഴിയുമ്പോഴാണ് ഇതിൻ്റെ കാര്യം എന്താണെന്ന് അവർ പറയത്തുള്ളൂ. പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ഇതൊരു പിരമിഡ് മാർക്കറ്റിംഗ് ആണ്. ആക്ച്വലി പിരമിഡ് മാർക്കറ്റിംഗ് പരിപാടിയൊക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടാണ്. ഇതുപോലെ തന്നെയാണ് ഹൈ റിച്ച്, അതുപോലെ തന്നെ ഹെർബ ലൈഫ്, അതുപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പിരമിഡ് മാർക്കറ്റിംഗ് ആണ്. ഈ പിരമിഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ബാൻഡാണ്. അതിൻ്റെ പ്രശ്നം ഞാൻ തുടക്കത്തിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ വെബിനാർസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ആൾക്കാർ ഇതിലോട്ട് പെട്ടുപോകാനായിട്ടുള്ള കാരണം, കാറ് കിട്ടും, ബൈക്ക് കിട്ടും, ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മോട്ടിവേഷനും അടിച്ചു കയറ്റി വിടും. അതായത് എന്ത് ചോദിച്ചാലും പറഞ്ഞാലും ഇവിടുത്തെ മെയിൻ കളി എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. ഒരു എക്സ്ട്രീം ലെവലിൽ അങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് വിടും. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഏത് പൊട്ടനും വാവ് എന്ന് തോന്നിപ്പോവും. പക്ഷേ എങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പഠിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏൺ ചെയ്യാം. പക്ഷേ ഇതിനിങ്ങനൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ എപ്പോഴും സേഫ്, അടിയിലിരിക്കുന്ന ആൾ എപ്പോഴും റിസ്ക്കിലാണ്. സോ നിങ്ങൾ ആരെങ്കിലും ഈ പണിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പരിപാടി നിർത്തുക. ഇനി ഞാനിത് വീഡിയോ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ,
എന്നോട് എൻ്റെ ഫ്രണ്ട് ഇതിനെക്കുറിച്ച് പാർട്ട് ടൈമായിട്ട് നീ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഇതന്നെ സംഭവം. ഞാനിത് ഒരു 2 വർഷമായിട്ടാണ്, ഒരു 1.5 വർഷമായി ഞാൻ ഇതിനെപ്പറ്റി തപ്പി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനിയും ഒരുപാട് ഐറ്റംസ് വരും. കുറേ എണ്ണം പൊട്ടും, കുറേ എണ്ണം ഇതുപോലെ തന്നെ പോകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിലൊന്നും പോയി പെടരുത്. ഓക്കെ.